നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ അറബി വേഷം ധരിച്ചെത്തിയ മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും കഥാപാത്രങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത സ്യൂട്ട് കേസ് തുറന്നു നോക്കിക്കൊണ്ട് ദാസന്റെയും വിജയന്റെയും വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളുമെല്ലാം ചിക്കി പരത്തിക്കൊണ്ട് തിലകന്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, എവിടെ ഡോളർ, എവിടെ, വേർ ഈസ് ദി ക്യാഷ്? ക്യാഷ് അഥവാ കള്ളപ്പണം മാത്രമില്ല, ഉള്ളത് കോൺഗ്രസ് വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും വസ്ത്രങ്ങൾ മാത്രമാണ്. എന്തൊക്കെയായിരുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതിസ്ഥാനത്തായ ബി ജെ പി മാത്രം അങ്ങനെ ശോഭ കെട്ടുനിന്നാൽ പോരാ, കോൺഗ്രസിന് കൂടി ശോഭ കെടണം. അതിനിടയിലാണ് CPIM-നും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ രഹസ്യാന്വേഷകർക്കും വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ പോയാൽ പാലക്കാട്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിൽ പോയാൽ സാധനം കയ്യിൽ കിട്ടും. ആവശ്യത്തിന് വനിതാ പോലീസുകാരുണ്ടോ എന്നൊന്നും നോക്കിയില്ല, ഉള്ളവരെയും കൂട്ടിപ്പോയി. പാതിരാത്രിയാണ്, മുട്ടിവിളിയാണ്, ഒച്ചപ്പാടായി, എവിടെ വനിതാ പോലീസ് എന്നായി. എന്തായാലും ട്രോളി ബാഗ് അടക്കം തുറന്ന് പരിശോധിച്ചപ്പോൾ കള്ളപ്പണം മാത്രമില്ല, കുറേ ഡ്രസ്സ് മാത്രം. കമ്മ്യൂണിസ്റ്റ് ജനതാ മുന്നണിയെ പരാജയപ്പെടുത്തി മതേതര സ്ഥാനാർത്ഥി ജയിക്കുന്നതിൻ്റെ ആശങ്കയുടെ ഭാഗമാണ് ഈ ട്രോളി ബാഗ് വിവാദം എന്നാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ പെട്ടി പോലീസിന് കൈമാറാൻ തയ്യാറാണ് എന്നാണ് മാങ്കൂട്ടത്തിലിൻ്റെ വെല്ലുവിളി. പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്നറിയാൻ രാസപരിശോധനയ്ക്ക് വിധേയമാക്കിക്കോളൂ എന്നുകൂടി അദ്ദേഹം പറയുന്നു. പെട്ടിയിലുണ്ടായിരുന്നത് വസ്ത്രങ്ങൾ മാത്രമാണ്. ഹോട്ടലിൻ്റെ പിന്നിലൂടെ കയറിയെന്ന് LDF നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ മുൻവശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ നിജസ്ഥിതി വ്യക്തമാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വൈകിട്ട് പറഞ്ഞു. പണം കൊണ്ടുവന്നു എന്ന് തെളിഞ്ഞാൽ പ്രചാരണം നിർത്തും എന്നാണ് രാഹുൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കള്ളപ്പണം കിട്ടിയില്ലെങ്കിലും പിന്നോട്ടില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും പാലക്കാട്ടെ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും പറഞ്ഞിരിക്കുന്നത്. കാത്തിരുന്നു കാണൂ എന്നാണ് വാഗ്ദാനം. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട സകല തെളിവുകളും പുറത്തുവിടുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം മുഴുവൻ, ഈ ദിവസത്തിന്റെ പകുതിയോളം ഭാഗം മുഴുവൻ പാലക്കാട്ടെ പാതിരാ പരിശോധനയ്ക്കെതിരെയുള്ള പ്രതിഷേധം കൊണ്ട് നിറഞ്ഞു. പക്ഷേ ഈ നിമിഷങ്ങളിലാകട്ടെ ഈ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടലിനകത്തെ CCTV ദൃശ്യങ്ങളെ ഒന്നൊന്നൊന്നായി പരിശോധിച്ചുകൊണ്ട് നീല ട്രോളി ബാഗും കൊണ്ട് വന്ന വ്യക്തി ആരുടെയൊക്കെ മുറിയിൽ എവിടേക്കൊക്കെ പോയി, ഏതൊക്കെ ഇടനാഴികളിലൂടെ തിരിഞ്ഞു, എത്ര സമയം അവിടെ നിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെ ഇഴകീറി പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാണാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒന്നൊന്നായി. നീല ട്രോളി ബാഗുമായി KSU നേതാവ് ഫെനി നൈനാൻ, അതായത് തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതി ഫെനി നൈനാൻ പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ബിന്ദു കൃഷ്ണയും അതേപോലെ തന്നെ ഷാനിമോൾ ഉസ്മാനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ഹോട്ടലിൽ എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് CPIM. നീല ട്രോളി ബാഗ് ഇപ്പോഴത്തെ തരംഗമായിട്ട് മാറുന്നു. KSU നേതാവ് ഫെനി നൈനാൻ എന്ന വാക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നു. ഫെനി നൈനാൻ പാലക്കാട്ടെ ഹോട്ടലിൽ നീല ട്രോളി ബാഗുമായി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് CPIM. രാഹുൽ മാങ്കൂട്ടത്തിൽ, അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എന്നിവരെല്ലാം ദൃശ്യങ്ങളിലുണ്ട്. KB ലിബീഷ് ചേരുന്നു. ഇപ്പോൾ ഇനി വാർത്ത മുഴുവനും ലിബീഷ്, ഈ CCTV ദൃശ്യങ്ങൾ എന്താണ് വ്യക്തമാക്കുന്നത്? ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്താണ് അറിയാൻ കഴിയുന്നത്? അതിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ CCTV ദൃശ്യങ്ങളെ ഓരോന്നായി പരിശോധിക്കുമ്പോൾ സമയക്രമം അനുസരിച്ച് നമ്മൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? പാലക്കാട്ട് KPM റീജൻസി എന്ന പേരിലുള്ള സ്വകാര്യ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ CPIM നേതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത്, അതായത് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെ സമയക്രമമൊക്കെ നമുക്ക് ആ രേഖകളിൽ വ്യക്തമാണ്. 10:11, അതായത് രാത്രി 10:11 ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ MP, കോൺഗ്രസ് നേതാവായ ജ്യോതികുമാർ ചാമക്കാല എന്നിവർ KPM ഹോട്ടലിലേക്ക് കയറുന്നു. അടുത്ത ദൃശ്യത്തിലുള്ളത് 10:13 ഒരു ദൃശ്യമാണ്. ഈ ഹോട്ടലിലെ ഇടനാഴിയിലെ ദൃശ്യങ്ങളാണ് 10:13 VK ശ്രീകണ്ഠൻ MP വാഷ്റൂമിലേക്ക് പോയി തിരിച്ചു വരുന്നു. ബാക്കിയുള്ള നേതാക്കൾ അവിടുത്തെ കോൺഫറൻസ് റൂമിലേക്ക് കയറുകയാണ്.
10:39 രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോൺഫറൻസ് ഹാളിലേക്ക് കയറുന്നത്. CPM നേതാക്കൾ പറയുന്നത് ഈ കോൺഫറൻസ് ഹാളിലാണ് ഈ പണം സംബന്ധിച്ചുള്ള കൈമാറ്റം നടന്നതും അവിടെ വെച്ചാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നത് എന്നുമാണ്. 3 നേതാക്കൾക്ക് മാത്രമായിട്ട് എന്ത് തെരഞ്ഞെടുപ്പ് ചർച്ചയാണ് ആ കോൺഫറൻസ് ഹാളിൽ നടത്താനുള്ളത് എന്നാണ് CPIM നേതാക്കളുടെ ചോദ്യം. തുടർന്നുള്ള ദൃശ്യങ്ങൾ എങ്ങനെയാണ്? 10:42 ഫെനി നൈനാൻ ഈ കോറിഡോറിലേക്ക് വരികയാണ്. ഫെനിയുടെ കയ്യിൽ അപ്പോൾ പെട്ടിയില്ല. 10:47 രാഹുലിനെ കോൺഫറൻസ് ഹാളിൽ നിന്ന് ഈ രാഹുലിൻ്റെ ഒരു കൂടെ നടക്കുന്ന ഒരാൾ ഇറക്കി കൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. ഈ മുറിയിൽ നിന്ന് അവസാനം മറ്റൊരു കനമുള്ള പെട്ടി ഫെനി നൈനാൻ കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് കോൺഫറൻസ് ഹാളിലേക്ക് തിരിച്ചു പോകുന്നുമുണ്ട്. ഫെനി നൈനാൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ദൃശ്യം 10:53 ഫെനി നൈനാൻ ട്രോളി ബാഗുമായി തിരിച്ച് വീണ്ടും ഹോട്ടലിലേക്ക് കയറുന്നത് 10:54 ദൃശ്യത്തിലും വ്യക്തമാണ്. അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ ഇത്തരത്തിലൊരു നീല ട്രോളി ബാഗ് ഫെനി നൈനാൻ എന്ന KSU നേതാവ് ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ MP, സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ, ജ്യോതികുമാർ ചാമക്കാല, ഇങ്ങനെ CPIM നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എല്ലാവരും തന്നെ ഈ ദൃശ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ ബാഗിനുള്ളിൽ പണമാണോ ഇല്ലയോ എന്ന് ഇതുവരെയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ പരിശോധനയിലും മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെടുന്നത് ഈ ട്രോളി ബാഗിൽ ഉണ്ടായിരുന്നത് തൻ്റെ വസ്ത്രങ്ങളാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ട്രോളി ബാഗ് എന്തുകൊണ്ട് മാറി? ഈ ഫെനി നൈനാൻ എന്ന് പറയുന്ന KSU നേതാവ് ഈ ട്രോളി ബാഗുമായി പിന്നീട് എന്തുകൊണ്ട് പുറത്തേക്ക് പോയി? അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വ്യക്തമായൊരു മറുപടി ഇല്ല. പക്ഷേ വസ്ത്രങ്ങൾ മാത്രമാണ് ആ ബാഗിൽ ഉണ്ടായിരുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് പുലർച്ചെ സമയത്താണ്. കോഴിക്കോട് നിന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് ലൈവിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്താനായി താൻ ഇപ്പോൾ കോഴിക്കോട്ടാണ്. പാലക്കാട് നടക്കുന്ന ഈ പാതിരാ സംഘർഷങ്ങളുടെ കാര്യത്തിലൊന്നും അവിടെയൊന്നും താനില്ല, താനിപ്പോൾ കോഴിക്കോട്ടാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിക്കോട്ടെ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും പുലർച്ചെ സമയത്ത് ഒരു ഫേസ്ബുക്ക് ലൈവ് ഇടുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ CPIM ആരോപിക്കുന്ന പോലുള്ള വ്യക്തികളും നീല ട്രോളി ബാഗും ഫെനി നൈനാനും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം. ഇതിൽ ലിബീഷ്, CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. അതായത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ, വ്യാജ തിരിച്ചറിയൽ നിർമ്മാണ കേസിലെ പ്രതിയായിട്ടുള്ള ഫെനി നൈനാൻ എന്തിനാണ് ഹോട്ടലിൽ വന്നത് എന്നതാണ് ഒരു ചോദ്യം. ആ ഫെനി നൈനാൻ്റെ കയ്യിൽ ഒരു നീല ട്രോളി ബാഗ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ലിബീഷ് സൂചിപ്പിക്കുകയും ചെയ്തു, ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുകയും ചെയ്തു. ഷാഫി പറമ്പിലിനൊപ്പമാണ് ഈ ഫെനി നൈനാൻ നീല ട്രോളി ബാഗുമായിട്ട് വന്നത്. ട്രോളി ബാഗ് ഒരു മുറിയിലേക്ക് കയറ്റുന്നു. ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാലയും രാഹുൽ മാങ്കൂട്ടത്തിലും ആ മുറിയിൽ കയറുന്നു. ആദ്യം ഷാഫിയും ജ്യോതികുമാറും പുറത്തേക്ക് വരുന്നു. അതിനുശേഷമാണ് രാഹുൽ വന്നത്. അതിനുശേഷം ബാഗ് പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ മറ്റൊരു മുറിയിലേക്ക് ബാഗ് കയറ്റുന്നു. അതിനുശേഷം രാഹുലും ഷാഫിയും പുറത്തു വരുന്നു. പറഞ്ഞതെല്ലാം വസ്തുതയാണ് എന്നതിനുള്ള തെളിവുകൾ അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ബാബു കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, ആ നീല ട്രോളി ബാഗിൽ വസ്ത്രമായിരുന്നു എങ്കിൽ രാഹുലിൻ്റെ വസ്ത്രം ഷാഫിക്ക് അളവ് ചേരുമോ എന്ന് നോക്കിയതാണോ എന്നുള്ള ചോദ്യമാണ് സുരേഷ് ബാബു ചോദിക്കുന്നത്. പെട്ടിയിൽ നീല ട്രോളിയിൽ വസ്ത്രമായിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡ്രസ്സ് ഷാഫിക്ക് അളവ് ചേരുമോ എന്ന് നോക്കിയതാണോ, അതോ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അളവ് ചേരുന്നതാണോ എന്ന് നോക്കിയതാണോ? ഇതെല്ലാം ദുരൂഹമാണ്. ഇങ്ങനെ ഒരു നുണയനായ UDF സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്നതിൽ ലജ്ജിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് CPIM ജില്ലാ സെക്രട്ടറി പറയുന്നത്. അത് ലജ്ജിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റു കാര്യം. പക്ഷേ ഈ ഡ്രസ്സ് മാത്രമാണെങ്കിൽ അത് അളവ് നോക്കാൻ വേണ്ടിയാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ ഫെനി എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലുമായി വളരെ അടുപ്പമുള്ള ആളാണ്. മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഏറ്റവും വലങ്കൈയായി നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പായിരുന്നു. തിരിച്ചറിയൽ കാർഡൊക്കെ അടിസ്ഥാനമാക്കിയാണ് അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി എന്നൊരു കേസ് നിലവിലുണ്ടായിരുന്നു. ആ കേസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിരുന്നു
കൂടിയായിരുന്നു ഈ പറയുന്ന ഫെനി നൈനാൻ എന്ന് പറയുന്ന KSU നേതാവ്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി വളരെ അടുപ്പമുള്ള ആളാണ്. പാലക്കാട്ട് പ്രചരണ രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ഈ ഫെനിയും ഉണ്ട്. അങ്ങനെ ഒരാളാണ് ഫെനി എന്ന് പറയുന്ന KSU നേതാവ്. അതെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒന്നാമത്തെ ചോദ്യം അപ്രസക്തമാവുന്നു. അതുകൊണ്ട് അതായത് എന്തുകൊണ്ട് ഫെനി നൈനാൻ അവിടെ വന്നു എന്നാണ്. അതിന് സ്വാഭാവികമായ ഉത്തരമാണ്, തലേന്ന് വരെയും പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ഒരു വ്യക്തി അവർ താമസിക്കുന്ന മുറിയിലേക്ക് എത്തി. സ്വാഭാവികം. തുടരാം. മറ്റൊന്ന്, ഈ പെട്ടി മാറിയതിനെ കുറിച്ച് ഷാഫി പറമ്പലിന്റെ മുറിയിലേക്ക് പെട്ടി കൊണ്ടുപോയതിനെ കുറിച്ചൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദ്യം ഉയർന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേപോലുള്ള വസ്ത്രങ്ങളൊക്കെ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. മുൻപ് പല സംഭാഷണങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇവർ വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഷാഫി ആയിരിക്കും തെരഞ്ഞെടുക്കുക, ചിലപ്പോൾ രാഹുൽ ആയിരിക്കും തെരഞ്ഞെടുക്കുക. അങ്ങനെ പൊതുവായിട്ട് ഇരുവരും ഈ വസ്ത്രങ്ങളൊക്കെ ഉടുപ്പുകളൊക്കെ മാറി മാറി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളൊരു വിശദീകരണമാണ് ഇക്കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. അതെ, ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CCTV ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയുള്ള വിഷയം. കാരണം CCTV ദൃശ്യങ്ങളെ നമ്മൾക്ക് വ്യാഖ്യാനിക്കാനേ കഴിയുകയുള്ളൂ. ആ ട്രോളി ബാഗിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് അറിയാത്തിടത്തോളം കാലം. ട്രോളി ബാഗ് കൊണ്ടുവന്നു, അതിനകത്ത് വസ്ത്രങ്ങളാണെങ്കിൽ അളവ് ചേരുമായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് മുൻകൂട്ടിയുള്ള ഉത്തരങ്ങൾ വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങൾ മാറിയിടുന്ന തരത്തിലുള്ള ഒരു ന്യൂ ജനറേഷൻ തലമുറയാണ് ഞങ്ങളുടേതെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അടുത്തത് എന്ത് എന്നുള്ള ചോദ്യം വരുന്നു. സ്വാഭാവികമായിട്ടും അത് രണ്ട് രീതിയിൽ വരാം. ഒന്ന്, അതിനും അപ്പുറത്തുള്ള തെളിവുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ വേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇതിലേക്ക് ഇടപെടിപ്പിക്കുകയോ മറ്റോ ചെയ്യാം. അങ്ങനെ ഒരു ഭാഗത്ത് അതിനെ സജീവമാക്കി നിർത്താം. മറ്റൊരു ഭാഗത്ത് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് വോട്ടർമാർ പോയി വോട്ട് ചെയ്തു വരുന്നതുവരെയും ഈ ഒരു ദുരൂഹത നിലനിർത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യാം എന്നത് മാത്രമാകുമോ ഈ വാർത്തയുടെ തുടർച്ച? അവസാനം സൂചിപ്പിച്ച ആ കാര്യത്തിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിലുള്ള ഈ വിവാദത്തിന്റെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത്. അത് മാത്രമായിരിക്കും. കാരണം ഇവിടെ ഒരു കള്ളപ്പണ ആരോപണം ഉയർന്നു വന്നു. കള്ളപ്പണ ആരോപണം ഉയർന്നു വന്നാൽ സ്വാഭാവികമായിട്ടും ഈ കള്ളപ്പണം പിടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ അതിന് വിശ്വാസയോഗ്യമായ ഒരു തലം നൽകാൻ കഴിയുകയുള്ളൂ. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ ഹോട്ടലിൽ പാതിരാത്രി ഒരു റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡ് പക്ഷേ അതിൻ്റെ എല്ലാവിധത്തിലുള്ള സ്വാഭാവികതയ്ക്കും അപ്പുറം കോൺഗ്രസിലെ 2 വനിതാ നേതാക്കളുടെ മുറിയിലേക്ക് നീണ്ടു ചെല്ലുന്നു. അവർ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുമുള്ള വസ്ത്രങ്ങളും അടക്കം അവിടെ പരിശോധിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ വൈകാരികമായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് പാലക്കാട്ട് SP ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു. KPCC അധ്യക്ഷൻ K സുധാകരൻ അവിടെ പാഞ്ഞെത്തുന്നു. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് UDF-ഉം കോൺഗ്രസും ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ CCTV ദൃശ്യങ്ങൾ CPIM പുറത്തുവിടുന്നത്. CCTV ദൃശ്യങ്ങൾ അവരുടെ പുറമെയുള്ള വാദങ്ങളെ സാധൂകരിക്കുന്നതാണ്. അവിടെ നടന്നിരിക്കുന്ന ഈ നീല ട്രോളി ബാഗ്, അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം, ഷാഫി പറമ്പിലിനും അതോടൊപ്പം തന്നെ ഈ VK ശ്രീകണ്ഠൻ MPയും ജ്യോതികുമാർ ചാമക്കാലയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു കോൺഫറൻസ് കാളിൽ ഒപ്പം ഇരുന്ന് എന്താണ് അവിടെ ചർച്ച ചെയ്തത്, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളൊരു ചോദ്യം അവിടെ CPIM ഉയർത്തുന്നുണ്ട്. അങ്ങനെ ഈ ഫെനി നൈനാൻ എന്ന് പറയുന്ന KSU നേതാവിന്റെ സാന്നിധ്യം, അദ്ദേഹം വ്യാജ തിരിച്ചറിയൽ കേസിൽ ഉൾപ്പെട്ട ഒരാളാണ് എന്നുള്ളത് യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയോജിച്ച് വരുമ്പോൾ രാഷ്ട്രീയപരമായിട്ടൊരു പ്രതിരോധം തീർക്കാൻ ഈ രാവിലത്തെ സംഭവങ്ങൾക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് CPM കേന്ദ്രങ്ങളുടെ ഒരു പൊതുവായ വിലയിരുത്തലുള്ളത്. എങ്കിൽ പോലും ഇത് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഇതിലൂടെ കഴിഞ്ഞുവെന്നാണ് K സുധാകരൻ അവകാശപ്പെടുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ളൊരു അവകാശവാദമാണ് അദ്ദേഹം ഇന്ന് SP ഓഫീസ് മാർച്ചിനിടെ പങ്കുവച്ചത്. എങ്കിൽ പോലും കോൺഗ്രസ് പണമിറക്കി വലിയ രീതിയിൽ വോട്ടർമാരെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണത്തിന് CPIM മൂർച്ച കൂട്ടുകയും ചെയ്യുകയാണ്. അങ്ങനെ പാലക്കാട് തെരഞ്ഞെടുപ്പ് രംഗം ഓരോ നിമിഷവും ഇളകി വരികയാണ്. ഇതിനോടൊപ്പം തന്നെ ഈ ചേലക്കര, വയനാട് എന്നീ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യമൊക്കെ കേരളം മറന്നുപോയ ഒരു അവസ്ഥയിലേക്കാണ് പാലക്കാട്ടെ സ്ഥിതിഗതികൾ ഓരോ ദിവസവും കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇതിൽ കോൺഗ്രസിന് പൊതുവെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണം ഇല്ലാത്തതുകൊണ്ടും കേരളത്തിൽ തുടർഭരണം പോലും ഇല്ലാത്തതുകൊണ്ടും കോൺഗ്രസ് സാമ്പത്തികമായി വലിയ ദരിദ്രാവസ്ഥയിലാണ്. ഒരു പ്രചാരണത്തിനോ മറ്റോ പോകാൻ പോലുമുള്ള പൈസ ഇല്ല എന്നുള്ളതൊക്കെ കഴിഞ്ഞ നാളുകളിൽ വലിയ പരാധീനതയും പരിഭവവുമായിട്ടൊക്കെ നേതാക്കളുടെ നാവിൽ നിന്ന് വരികയുണ്ടായി. അങ്ങനെ ഇരിക്കെ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ എവിടെ നിന്ന് പണം കിട്ടാനാണ് എന്നുള്ള ചോദ്യം വന്നേക്കാം. മറിച്ച് ഇങ്ങനെ സാമ്പത്തിക പരാധീനത ഉള്ളതുകൊണ്ട് കള്ളപ്പണത്തെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള വ്യാഖ്യാനവും വന്നേക്കാം.
അതെ, അങ്ങനെ രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ പോലും ഈ കള്ളപ്പണ ഇടപാട് എന്നൊക്കെ പറയുന്നത് വളരെ രഹസ്യമായി നടക്കേണ്ട ഒരു സംഭവമാണെന്നാണല്ലോ പൊതുവെയുള്ള നമ്മുടെ ഒരു ധാരണ. ഈ KPM റീജൻസി എന്ന് പറയുന്ന ഹോട്ടൽ പാലക്കാട് നഗരമധ്യത്തിലുള്ള ഹോട്ടലാണ്. അവിടെ പൊതുവെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ താമസിക്കാറുണ്ട്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ല. ഇന്നലെ അവിടെ താമസിച്ചത് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും മാത്രമല്ല, വിജിൻ MLA ഉണ്ട്, TV രാജേഷ് ഉണ്ട്, അങ്ങനെ CPM AR റഹീം ഉണ്ട്. അങ്ങനെ CPM നേതാക്കൾ അടക്കം താമസിക്കുന്ന, BJP നേതാക്കൾ അടക്കം താമസിക്കുന്ന പാലക്കാട് നഗര ഹൃദയത്തിൽ തന്നെയുള്ള KPM റീജൻസി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ, അവിടെ ഈ UDFന്റെ സ്ഥാനാർത്ഥി തന്നെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിൽ പങ്കാളിയാവുക, അങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് എങ്ങനെ സാധുത നൽകാൻ കഴിയുമെന്നുള്ളതാണ് CPIM നേതൃത്വം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നുണ്ട്. പക്ഷേ അവർ ഉന്നയിച്ച വാദങ്ങൾക്ക് സാധൂകരിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത് തീർച്ചയായിട്ടും CPM കേന്ദ്രങ്ങൾക്ക് ഒരു ആശ്വാസകരമാണ്. അവർ പറയുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന് അവർക്കിനി ജനങ്ങളോട്, വോട്ടർമാരോടൊക്കെ പറയാൻ കഴിയും. KPM റീജൻസിയിൽ നീല ട്രോളി ബാഗ് എത്തിയിട്ടുണ്ട്. ഫെനി നൈനാൻ എന്ന് പറയുന്ന KSU നേതാവുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, VK ശ്രീകണ്ഠനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, ജ്യോതികുമാർ ചാമക്കാലയുണ്ട്. അവർ കോൺഫറൻസ് റൂമിൽ കയറിയിട്ടുണ്ട്. ഈ ട്രോളി ബാഗ് അകത്തേക്കും പുറത്തേക്കും ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ CPIM നേതാക്കൾ ഉന്നയിച്ച വാദങ്ങളെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് അവർക്കിപ്പോൾ ഒരു പിടിവള്ളി ആയിട്ടുണ്ട് എന്നതും കാണാതിരുന്നുകൂടാ. അതായത് ഈ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഈ ഒരു ആരോപണം എന്ന് പറയുന്നത് രണ്ട് തലത്തിലേക്ക് വന്നിരിക്കുന്നു. ലിബീഷിന്റെ വിലയിരുത്തൽ പ്രകാരമാണെങ്കിൽ സമാസമമായിട്ടുള്ള ഒരു അവസ്ഥ ആണ്. അതായത് കോൺഗ്രസിന് വാദിച്ചു നിൽക്കാവുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ CPIMനും LDFനും വാദിച്ചു നിൽക്കാവുന്ന കാര്യങ്ങളുണ്ട്. പ്രേക്ഷകർ അതിൽ നിന്ന്, അല്ലെങ്കിൽ വോട്ടർമാർ അതിൽ നിന്ന് എന്ത് തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട് വോട്ടെടുപ്പിലേക്ക്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് ആരോപണം ഉന്നയിച്ചവർക്ക് അത് തെളിയിക്കാനുള്ള ബാധ്യതയുണ്ട്, ആരോപണ വിധേയർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യതയുമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോഴും നമ്മുടെ മുന്നിൽ ഇതേ വാർത്ത തന്നെയായിരിക്കും, ഇതിൻ്റെ തുടർച്ചയായിരിക്കും, ആരോപണ പ്രത്യാരോപണങ്ങളായിരിക്കും, CCTV ദൃശ്യങ്ങളുടെ തുടർച്ചയായിരിക്കും. കേരള വിഷൻ ന്യൂസിൻ്റെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാർത്തകൾ തത്സമയം ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും കാണാൻ കഴിയുമെന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഇടവേള കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തിരികെ എത്തും.